ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ സ്വഭാവവും നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ സ്വഭാവവും എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. നമുക്കിവിടെ ചാരിറ്റി കിട്ടിയിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ്, കിങ് ഓഫ് സോർട്സ്, സെവൻ ഓഫ് സോർട്സ്, ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, എയ്സ് ഓഫ് വാൺസ്, സ്ട്രെങ്ത്, ഫോർ ഓഫ് കപ്സ്, ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 4 കാർഡ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ സ്വഭാവവും ഈ 4 കാർഡ് നിങ്ങളുടെ സ്വഭാവവുമായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന്. നമുക്കിവിടെ ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ ആ ഒരു വ്യക്തിയെ തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് ഈ ഒരു ചാരിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം ഓവർകം ചെയ്ത് കൃത്യമായ സ്ഥലത്ത് മുന്നേറുവാനുള്ള ഒരു കഴിവ് ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കൺട്രോൾ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി പലപ്പോഴും പാസ്റ്റിൽ പലതരത്തിലുള്ള തെറ്റുകളും ചെയ്ത വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരവസരം കൂടി ഒരു വ്യക്തിക്ക് കിട്ടുവാനായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആത്മീയ വളർച്ച നേടാനും ഈ ഒരു സമയത്ത് അവർ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അത് മുൻപ് ഉണ്ടായിരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതായത് ഇവർ ചെയ്ത തെറ്റുകളും ഇവർ ഇപ്പോൾ തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ ഇവർ ചിന്തിക്കുന്നത് അവരെ ഏതെങ്കിലും ഒരു വ്യക്തി അവർ മുമ്പ് ജഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യവും തനിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും മുൻപ് മറച്ചു വെച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പല കാര്യത്തിലും ഇവർ ഒരു പക്ഷേ നിങ്ങളോട് എല്ലാം തുറന്നു പറയാത്ത ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരുന്നിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇവിടെ ബുദ്ധി, ലോജിക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് വികാരങ്ങളെക്കാൾ അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി മാറ്റം ഈ ഒരു സമയത്ത് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ജഡ്ജ്മെൻറ്റ് കിട്ടിയത്. ഇത് അവരുടെ മുന്നേ, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപേ ഉള്ള സ്വഭാവമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നതായിട്ട് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്ത് നിങ്ങളുടേതാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിരുന്നത് നിങ്ങൾക്ക് സഹായം കുറവാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഏകാന്തതയൊക്കെ അനുഭവിച്ച് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട ഒരു സാഹചര്യം ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ആരെന്ത് പറഞ്ഞാലും വളരെ പെട്ടെന്ന് അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളെ വളരെയധികം പെട്ടെന്ന് വിഷമിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായിട്ട് ഈ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞ കാര്യത്തിൽ വേദനിച്ച് തളർന്നിരിക്കുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും ഇവിടെ ഏസ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ ഇവിടെ മാറ്റം വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു സമയത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ഒരു ആവേശം നിങ്ങളിൽ ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് വാൺസ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ശക്തിയും സഹനവും കൂടുതൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപുള്ള ആ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൽ നിന്ന് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ട്രെങ്തിലെത്തിയിട്ടുണ്ട്. അതായത്
പെട്ടെന്നൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ആർക്കും വേദനിപ്പിക്കുവാൻ കഴിയില്ല എന്നാണ് ഈ ഒരു സ്ട്രെങ്ത് കാരണം നമുക്ക് പറഞ്ഞു തരുന്നത്. അത്തരത്തിലുള്ള ഒരു ആന്തരിക ശക്തി നിങ്ങൾ കൈവരിച്ചു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ 4 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര ഓർക്കണ്ടെന്ന് വെച്ചാലും ചില സമയങ്ങളിൽ പഴയ കാര്യങ്ങളിലോട്ട് നിങ്ങളുടെ മനസ്സ് പോകുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു 4 ഓഫ് കപ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം, അതായത് നിങ്ങൾക്കിപ്പോൾ ആവശ്യം സ്ട്രെങ്ത് ആണ്, അതുപോലെ തന്നെ ഏസ് ഓഫ് വൺസ് ആണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ ആവശ്യമില്ല. പഴയ നഷ്ടങ്ങളൊക്കെ ഓർത്ത് ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നിങ്ങൾ വേദനിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റി വെക്കുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. പഴയ കാര്യങ്ങളെല്ലാം വിട്ടേക്കുക. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് മുൻപിലുള്ള അവസരങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ തയ്യാറാവുക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മാറ്റേണ്ട ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഈ പഴയ കാര്യത്തെ വിട്ടേക്കുക. അത് വിടുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുമെന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്